സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള തലപ്പാടി ചെങ്കള റീച്ചിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമാന്തര ജനകീയ ഉദ്ഘാടനവും നടത്തി. CH കുഞ്ഞമ്പു MLAയും ഇടതുമുന്നണി നേതാക്കളുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ തള്ളുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് വിദ്യാനഗറിൽ വൻ മയക്കുമരുന്ന് വേട്ട. സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന 34.31 ഗ്രാം MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും കരാറുകാരും രാജ്യവ്യാപകമായി ജോലി ബഹിഷ്കരണ സമരം നടത്തി. കാഞ്ഞങ്ങാട് പുതിയ കോട്ട കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടത്തി. റീസർവേക്ക് ശേഷം പട്ടികവർഗ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്നും ആരോപണം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ മഹൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. പുലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താൻതിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തേംകെട്ട് ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള തലപ്പാടി ചെങ്കള റീച്ചിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമാന്തര ജനകീയ ഉദ്ഘാടനവും നടത്തി. CH കുഞ്ഞമ്പു MLAയും ഇടതുമുന്നണി നേതാക്കളുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറിയിക്കാതെയുള്ള കൊച്ചിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധാർഹമെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ദേശീയപാതയിലെ 1-ാം റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് ഉൾപ്പെടെയുള്ള റീച്ചുകളുടെ ഉദ്ഘാടനം കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നുള്ളിപ്പാടി ദേശീയപാതയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമാന്തര ജനകീയ ഉദ്ഘാടനവും നടത്തി. CH കുഞ്ഞമ്പു MLAയും ഇടതുമുന്നണി നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രകടനത്തിൽ ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. നരേന്ദ്രമോദിയുടെ ധിക്കാരം കേരള നാട്ടിൽ നടപ്പില്ല. കേരള ജനത തള്ളിക്കളയോ, നിങ്ങളുടെ ദാഷ്ട്യം തള്ളിക്കളയോ. ഓർത്തു കളിച്ചോ BJP, ഓർത്തു കളിച്ചോ BJP. ഇൻകുലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ, നാടമുറിച്ചുകൊണ്ട് CH കുഞ്ഞമ്പു MLA ദേശീയപാതയുടെ സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയ കേരള സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ. ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറിയിക്കാതെയുള്ള കൊച്ചിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധാർഹമാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ CH കുഞ്ഞമ്പു MLA പറഞ്ഞു. നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം വളരെ ഏകപക്ഷീയമായി പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നു എന്നത് അറിയുന്നത് ഇന്നാണ്. കേരള ഗവൺമെൻറ് അറിയിക്കുന്നില്ല, വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നില്ല, ഒരാളോടും പറയാതെ ഇന്ന്
ഉദ്ഘാടനം. അപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു ഈ ഉദ്ഘാടനം ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഒരൊറ്റ പറയുള്ളൂ, ഉദ്ഘാടനം ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തു. കാരണം ആദ്യത്തെ റീച്ച് തലപ്പാടി ചെറുക്കള പൂർത്തിയായിട്ട് ഏതാനും മാസങ്ങളായല്ലോ, ഞങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. പ്രധാനമന്ത്രി ഈ തോന്നിയാസം കളിച്ചപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത്. ഇത് ഒരു മാന്യതയില്ലാത്ത പരിപാടിയാണ്. രാഷ്ട്രീയമല്ല ആവാം പുറപ്പുറം, നമ്മൾക്കല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് കൂടി പങ്കാളിത്തമുള്ളൊരു പദ്ധതി, ഇനി അഥവാ കേന്ദ്രം തന്നെ ആയിക്കോട്ടെ, ആ പദ്ധതിക്ക് സംസ്ഥാനത്ത് അറിയിക്കണ്ടേ? മുഖ്യമന്ത്രി വേണ്ടേ? വകുപ്പ് മന്ത്രി വേണ്ടേ? ആരോടും പറയാതെ ഞാൻ ഉദ്ഘാടനം ചെയ്യും എന്ന് എവിടെയോ ഇരുന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ പറയാം, ഈ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓഫീസ് പൂട്ടിപ്പോയത്? ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എന്താണ് പിണറായി വന്നപ്പോൾ ചെയ്തത്? പിണറായി വന്നപ്പോൾ പറഞ്ഞു നാഷണൽ ഹൈവേ എന്ത് വില കൊടുത്തും നടപ്പിലാക്കും. അതിനെന്ത് വേണം? ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ പൊന്നിന് വില കൊടുക്കണം. 4 ഇരട്ടി മാർക്കറ്റ് വിലയുടെ കൊടുത്തില്ലേ? 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ അന്നത്തെ 10 കൊല്ലം മുമ്പത്തെ 4 ഇരട്ടി പണം കിട്ടിയപ്പോൾ ആളുകൾ കണക്കൂട്ടിയപ്പോൾ നല്ല വില എല്ലാവരും ഓരോ ഒബ്ജക്ഷനിലാണ് കൊടുത്തില്ലേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയാണ് അത്രയും വില കൊടുത്ത് കേരളത്തിൽ ഭൂമി മേടിക്കില്ല. എന്ത് ചെയ്തു? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും നിതിൻ ഗഡ്കരിയെയും കണ്ടു. എന്നിട്ട് ചർച്ച നടത്തി പറഞ്ഞു 25% ഞങ്ങൾ കേരളം വഹിക്കാം. 6000 കോടി രൂപ കിഫ്ബിയിൽ നിന്നെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഭൂമി ഏറ്റെടുക്കാൻ അടച്ചതിന് ശേഷമല്ലേ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കുന്നത്. എന്നിട്ട് ഭൂമി ഏറ്റെടുത്തു. മുഴുവൻ സംസ്ഥാന സർക്കാർ ചെയ്തില്ലേ? വന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഈ പദ്ധതി പ്രവൃത്തി തുടങ്ങിയപ്പോൾ എന്തെല്ലാം തടസ്സമുണ്ടായി? കീഴാരൂരിൽ നടന്ന സമരം നമുക്ക് ഓർമ്മയില്ലേ? വയൽക്കിളികൾ എവിടെയെല്ലാം ഉണ്ടായി? ആ സമരങ്ങളെ അടിച്ചമർത്തിയിട്ടല്ല, എല്ലാം ബോധ്യപ്പെടുത്തി. എല്ലാ കാര്യങ്ങളും ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാത്തിലും ഇടപെട്ടു. മാസാമാസം റിവ്യൂ മീറ്റിംഗ് വെച്ചു. അങ്ങനെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ജനകീയമായ ഒരു ഇടപെടലുണ്ടായില്ലേ? എന്നിട്ട് കേരളത്തിലെ ഗവൺമെൻറ് അറിയിക്കാതെ വളരെ ധിക്കാരത്തോട് കൂടിയിട്ട് ആരെന്ത് ചെയ്യുന്നു? പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായി ഉദ്ഘാടനം എന്ന് പറയുന്നു. അതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ കാണിച്ചത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടനമാണ് യഥാർത്ഥ ഉദ്ഘാടനം. ഇവിടെ ഈ തലപ്പാടി ചെർക്കള റീച്ചിൽ പൂർത്തിയായ ഭാഗത്ത് കാസർഗോഡ് ടൗണിൽ വെച്ചാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. അത് LDF ആണ് അതിന് നേതൃത്വം കൊടുത്തത്. ജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ളതാണ്. ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ടാണ് ഇത് അറേഞ്ച് ചെയ്തത്. കുറച്ച് നേരത്തെ അറിഞ്ഞെങ്കിൽ ആയിരക്കണക്കിന് ആളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ ഞങ്ങൾ പെട്ടെന്നാണ് ഇങ്ങനെയുണ്ട് പ്രതിഷേധിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഈ പ്രതിഷേധത്തിൽ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും അണിനിരക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള ദേശീയപാത റീച്ചുകളുടെ ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ സമാന്തര ഉദ്ഘാടനവും റോഡ് ഷോയും നടത്തിയും സമാന രീതിയിൽ പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയപാത റീച്ചുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയ നടപടി വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനെയടക്കം ചടങ്ങിൽ ഉൾപ്പെടുത്തിയപ്പോൾ മന്ത്രി റിയാസിനെ ഒഴിവാക്കിയ നടപടിയെ സർക്കാർ നിശിതമായി വിമർശിച്ചു. കാസർഗോഡ് വിദ്യാനഗറിൽ വൻ മയക്കുമരുന്ന് വേട്ട. സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന 34.31 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. മുട്ടത്തൊടി ആതിഫ് മൻസിലിൽ മുഹമ്മദ് അൻഷീദ് AC, ചെങ്കള കുരോടി ഹൌസിൽ മുഹമ്മദ് അബൂബക്കർ എന്നിവരെയാണ് വിദ്യാനഗർ ഇൻസ്പെക്ടർ സഫ്വാൻ P-യും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 34.31 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. തിങ്കളാഴ്ച രാത്രി 8:30 മുട്ടത്തൊടി സിറ്റിസൺ നഗറിലായിരുന്നു സംഭവം. പട്രോളിംഗിനിടെ റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട KL 14 AC 8049 നമ്പർ സ്വിഫ്റ്റ് കാർ പരിശോധിക്കാൻ പോലീസ് അടുത്തേക്ക് ചെന്നപ്പോൾ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാവ് പെട്ടെന്ന് അകത്തുകയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് സംഘം വാഹനം തടയുകയും പരിശോധന നടത്തുകയുമായിരുന്നു. കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും പ്രതികളുടെ പക്കൽ നിന്നുമായി 3 പാക്കറ്റുകളിലായാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. 34.31 ഗ്രാം MDMA, ലഹരിക്കടത്തിനുപയോഗിച്ച സ്വിഫ്റ്റ് കാർ, 2 ഐഫോണുകൾ, വിവിധ ബാങ്ക് കാർഡുകൾ, 11,240 രൂപയും 30 UAE ദർഹവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ ലഹരിമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനികളാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇൻസ്പെക്ടർ സഫ്വാൻ P-യോടൊപ്പം CPO-മാരായ നിതീഷ് C, ബിജു, ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൾക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും കരാറുകാരും രാജ്യവ്യാപകമായി ജോലി ബഹിഷ്കരണ സമരം നടത്തി. തുടർന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട കേന്ദ്രീകരിച്ച പ്രതിഷേധ പ്രകടനവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടത്തി.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും കരാറുകാരും രാജ്യവ്യാപകമായി ജോലി ബഹിഷ്കരണ സമരം നടത്തി. തുടർന്ന് കാഞ്ഞങ്ങാട് പുതിയ കോട്ട കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടത്തി. വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് വകുപ്പ്? അതാണ് പറയുന്നത്. ക്രോസ് സബ്സിഡി 5 കൊല്ലം കൊണ്ട് ക്രമേണ ഇല്ലാതാകും. ഇന്നാരാ നിങ്ങൾക്ക്? അപ്പോ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. കർഷകർക്ക് വൈദ്യുതി തുക 10 രൂപ വെച്ച് കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. കർഷകർ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യണം. കർഷകർ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. കർഷകരുടെ അവിടെ സമരം നടന്ന 1 വർഷത്തിലധികം സമരം കിടന്ന അവിടുത്തെ കർഷകർ പറഞ്ഞു 1 ലക്ഷം കോടി ഞങ്ങളെ സംബന്ധിച്ച് ബാധ്യത വരുന്ന ഒരു നിയമമാണിത്. ഇത് പിൻവലിച്ചാൽ മാത്രമേ കർഷകരുടെ സമരം ഡൽഹിയിൽ നിന്ന് സമരപ്പന്തലിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ കർഷകരുടെ സമരം ഞങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ നോക്കൂ, സാധാരണ കച്ചവട സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഗാർഹിക ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം 3 രൂപ 50 പൈസയ്ക്ക് ഉള്ളിൽ ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി കൊടുക്കുന്നു. ഒ വി രമേശ് അധ്യക്ഷത വഹിച്ചു. കെ പി രാമചന്ദ്രൻ, പീറ്റർ സിറിയക്, അനുരാജ് എം, പി വി ജയരാജൻ എന്നിവർ സംസാരിച്ചു. കെ ശശിധരൻ സ്വാഗതവും ഗിരീശൻ എ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റീസർവേക്ക് ശേഷം പട്ടികവർഗ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്നും ആരോപണം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പിലിക്കോട് പഞ്ചായത്തിൽ ദേശീയപാതയ്ക്കരികിലായി പഴയ സർവേ നമ്പർ 42/2 പുതിയ റീസർവേ നമ്പർ 229/10 ഹർജൻ വെൽഫെയർ സ്കൂളിനു വേണ്ടി നീക്കിവെച്ച 1.89 ഏക്കർ ഭൂമി ലീസിന് വാങ്ങി സ്വകാര്യ വ്യക്തി കയ്യേറി കയ്യിൽ വെക്കുന്നതായി ഓൾ ഇന്ത്യ റൈറ്റേഴ്സ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി കെ സുന്ദരൻ, ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തുകാരനുമായ ഇ ശശിധരൻ, ദളിത് ആക്ടിവിസ്റ്റ് പി സീതാരാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആകെയുള്ള 2 എൻട്രിയാണ് അറിയുന്നത്. അതൊക്കെ നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം ഇത് ജനങ്ങൾ അറിയണം. ഇതിപ്പോ ഞങ്ങൾ ഏതൊക്കെ പോകും. ഇതിപ്പോ ചിലപ്പോൾ കളക്ടറാണ്. കളക്ടറിനെതിരെ നടപടി എടുക്കുന്നില്ല എങ്കിൽ നമ്മളിത് കോടതി ഇവിടുന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ സോൾവ് ചെയ്തെങ്കിൽ ഹൈക്കോടതി മാത്രം ചെയ്യും. 1982 മുതൽ 1998 വരെ വ്യാവസായിക ആവശ്യത്തിനായി ലീസിന് വാങ്ങിയ ഭൂമിയാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തി ദുരുപയോഗം ചെയ്യുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ലീസ് വ്യവസ്ഥ ലംഘിച്ച് താറിട്ട റോഡും ഓടിട്ട കെട്ടിടവും പണിതതിനാൽ ലീസ് റദ്ദു ചെയ്യുന്നതിന് ഉത്തരവായിട്ടും അതിനെതിരെ മില്ലുടമ RDO കാഞ്ഞങ്ങാടിന് അപ്പീൽ നൽകി. അപ്പീലും നിരസിച്ചതിനാൽ ബോർഡ് ഓഫ് റവന്യൂവിനെ സമീപിച്ചു. ബോർഡ് ഓഫ് റവന്യൂവിന്റെ ഉത്തരവ് പുനഃപരിശോധന RDO 2001 ലീസ് ഒഴിപ്പിക്കുന്നതിനു വേണ്ടി ഉത്തരവായി. നാളിതുവരെയായി RDOവിന്റെ ഉത്തരവ് നടപ്പിലാക്കുകയോ ലീസ് പുതുക്കി നൽകുകയോ ചെയ്തിട്ടില്ല. 1980ലും 82നും മുകളിൽ സൂചിപ്പിച്ചതായ ഭൂമിയുമായി ബന്ധപ്പെട്ട് പിലിക്കോട് LA 24/72 എന്ന വ്യാജ LA നമ്പറിട്ട് 2 വ്യാജ ആധാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ടുത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. തെയ്യംകൂടൽ നടന്നു. അടൂട്ട് മൂത്തേഴുത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്നതും ഇടച്ചിയിൽ വരപ്രവൻ തറവാട് കോയ്മ തറവാട് പദവി അലങ്കരിക്കുന്നതുമായ പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ടുത്സവത്തിന് തിരിതെളിഞ്ഞു. ചെറിയ അടുക്കളയിൽ നിന്നും വലിയ അടുക്കളയിലേക്ക് അടുക്കള മാറൽ ചടങ്ങ് നടന്നു. സ്ഥാനികരുടെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. രാത്രി കൈവീത് ചടങ്ങോടുകൂടി ഉത്സവം ആരംഭിച്ചു. തുടർന്ന് മറക്കളത്തിൽ തെയ്യം കൂടൽ ചടങ്ങും തെയ്യങ്ങളുടെ തോറ്റവും നടന്നു.
സമാപന ദിവസമായ 12-ന് രാവിലെ 9 മണിക്ക് കോരച്ചൻ തെയ്യവും 12-ന് കണ്ടനാർ കേളൻ തെയ്യവും അരങ്ങിലെത്തും. വൈകിട്ട് 4 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും തുടർന്ന് ചൂട്ടൊപ്പിക്കൽ ചടങ്ങും വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടക്കും. 10-ന് മറപിളർക്കൽ ചടങ്ങ്, തുടർന്ന് കൈവീതോടുകൂടി ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ കുടുംബശ്രീ മോഡൽ CDSലെ സൂര്യകാന്തി JLG ഗ്രൂപ്പിന്റെ തണ്ണിമത്തൻ കൃഷി വിളവെടുപ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. വേനൽ ചൂട് കടുത്തതോടെ തണ്ണിമത്തന് വിപണിയിൽ വൻ ഡിമാൻഡാണ്. തണ്ണിമത്തൻ വിപണിയിൽ സജീവമായതോടെ പലയിടങ്ങളിലും തണ്ണിമത്തൻ കൃഷിയും സജീവമാവുകയാണ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് കുടുംബശ്രീ മോഡൽ CDSലെ സൂര്യകാന്തി JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയ തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡ്, അതായത് ഇപ്പോഴത്തെ പുതിയ 5-ാം വാർഡിൽ സൂര്യകാന്തി കുടുംബശ്രീയാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. 2.5 ഏക്കറോളം സ്ഥലത്ത് തണ്ണിമത്തം മാത്രമല്ല, വെണ്ടയായാലും നരമ്പനായാലും പയറായാലും ഏതു തരത്തിലുള്ള കൃഷിയെയും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും, അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കുടുംബശ്രീയിലൂടെ JLG ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി കൃഷിയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ ഭാഗമായി നമുക്ക് ശ്രമിക്കും. കൂടുതൽ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് പഞ്ചായത്തിനകത്ത് തരിശുരഹിത പാടമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ സാധിക്കും. ഇനിയും പുതിയ ആധുനിക രീതികളിലുള്ള കൃഷിയെ അതുപോലെ തന്നെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും കുടുംബശ്രീയുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വാർഡ് മെമ്പർ K. സുകുമാരൻ, CDS ചെയർപേഴ്സൺ അശ്വിനി, മെമ്പർ സെക്രട്ടറി ഷൈജു, ബ്ലോക്ക് കോർഡിനേറ്റർ രജനി, ശ്രുതി, JLG അംഗങ്ങൾ, ADS അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തണ്ണിമത്തൻ കൃഷിക്ക് പുറമെ മറ്റ് വിവിധ പച്ചക്കറി ഇനങ്ങളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ അഭ്യർത്ഥിച്ചു. CITU ജില്ലാ പ്രവർത്തക യോഗം നടന്നു. കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രവർത്തക യോഗം തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട് കുന്നുമൽ ബാങ്ക് ഹാൾ നടന്ന യോഗം CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്താകെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയൊക്കെ പരസ്യമായി ആക്ഷേപിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു റാലി സംഘടിപ്പിച്ചപ്പോൾ അതിനെ 1 ലക്ഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ നിലയിൽ പരിഹസിച്ച് മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ട്രംപിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ കൊച്ചിയിൽ റാലി സംഘടിപ്പിച്ചതുകൊണ്ട് എന്താണ് എന്ന നിലയിലേക്ക് പ്രചരിപ്പിക്കുക. അത് കണ്ട ആളുകൾ ഇങ്ങനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുകയാണ്. സമാനമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ കാഞ്ഞങ്ങാട്ട് തൊഴിലാളികൾ അതുവഴി ഒരു തർക്കവുമില്ല. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. KV രാഘവൻ, K. പ്രഭാകരൻ, രാജൻ കരിച്ചേരി, പ്രദീപൻ, ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ 50 വർഷക്കാലമായി അഭിഭാഷക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടനെ യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരത് സർക്കാരിന്റെ ദേശീയ പ്ലാനിംഗ് കമ്മീഷന് കീഴിലുള്ള സെൻട്രൽ ഭാരത് സേവക് സമാജിന്റെ ഭാരത് സേവക് ഓണർ നാഷണൽ അവാർഡിന് ബാബു കോട്ടപ്പാറ അർഹനായി. മാധ്യമ പ്രവർത്തനത്തിനൊപ്പം കഴിഞ്ഞ 15 വർഷമായി വടംവലി എന്ന കായിക മേഖലയ്ക്ക് നൽകി വരുന്ന സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. LDF
ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും മുൻപ് തൃക്കരിപ്പൂർ തലിച്ചാലത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. CPM നേതാവ് ഡോക്ടർ VPP മുസ്തഫയ്ക്ക് വിജയാശംസകൾ നേർന്ന കൂറ്റൻ കട്ടൌട്ടും ഉയർത്തി. ഇളമ്പച്ചി തലിച്ചാലം പാതയോരത്താണ് 15 അടി ഉയരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നത്തോടെയുള്ള CPM നേതാവിന്റെ വർണ്ണ കട്ടൌട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യ പരിഗണനയിലുള്ള തൃക്കരിപ്പൂർ സ്വദേശിയും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ജില്ലാ നേതാവുമായ ഡോക്ടർ VPP മുസ്തഫയ്ക്ക് വിജയാശംസ നേർന്നാണ് കൂറ്റൻ കട്ടൌട്ട് ഉയർത്തിയത്. മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെത്തി VPP മുസ്തഫ പ്രചാരണം നടത്തിവരുന്നുമുണ്ട്. തലിച്ചാലം സഖാക്കളുടെ പേരിലാണ് ഇളമ്പച്ചി തലിച്ചാലം പാതയോരത്ത് കട്ടൌട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ തൃക്കരിപ്പൂരിൽ ടൗൺ ലോക്കൽ പരിധിയിലെ വെള്ളാപ്പിലും നോർത്ത് തൃക്കരിപ്പൂർ ലോക്കൽ പരിധിയിലെ നടക്കാവിലും CPM തെരഞ്ഞെടുപ്പ് ചിഹ്നത്തോടെ LDF ചുവരെഴുത്തുകളും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് സൗത്ത് ശ്രീ മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവവും ഭക്തിയുടെ നിറവിൽ നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. കാഞ്ഞങ്ങാട് സൗത്ത് ശ്രീ മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. ശ്രീ മുത്തപ്പനാർക്കാവ് ക്ഷേത്ര കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി തിരുമുൽക്കാഴ്ച സമർപ്പണത്തിന് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് തിരുമുൽക്കാഴ്ച സമർപ്പണത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി പതിവ് പോലെ ഇത്തവണയും വിപുലമായ രീതിയിൽ റമദാൻ റിലീഫ് നടത്തി. നിർധന പെൺകുട്ടിക്കുള്ള സ്വർണ്ണാഭരണം C. മുഹമ്മദ് കുഞ്ഞിക്ക് കൈമാറി മുഖ്യരക്ഷാധികാരി പാലക്കി C. കുഞ്ഞാമത് ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി പതിവ് പോലെ ഇത്തവണയും വിപുലമായ രീതിയിൽ റമദാൻ റിലീഫ് നടത്തി. നിർധന പെൺകുട്ടികൾക്കുള്ള സ്വർണ്ണാഭരണം C. മുഹമ്മദ് കുഞ്ഞിക്ക് കൈമാറി മുഖ്യരക്ഷാധികാരി പാലക്കി C. കുഞ്ഞാമത് ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നവരും എല്ലാവരും വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റും പുതുവസ്ത്രങ്ങളും ചികിത്സാ സഹായങ്ങളും തൊഴിലുപകരണങ്ങളും ചടങ്ങിൽ കൈമാറി. ചെയർമാൻ T. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർ ടൗൺ ഇമാം OP അബ്ദുള്ള സഖാഫി റമദാൻ സന്ദേശവും കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി മുഖ്യപ്രഭാഷണവും നടത്തി. തൊഴിലുപകരണം ട്രഷറർ തായൽ അബ്ദുറഹ്മാൻ ഹാജിയിൽ നിന്ന് ആവിക്കൽ മുഹമ്മദ് കുഞ്ഞിയും ചികിത്സാ സഹായം M. ഹമീദ് ഹാജിയിൽ നിന്ന് CH. അബ്ദുൾ ഹമീദ് ഹാജിയും പുതുവസ്ത്രങ്ങൾ സൗദി അബൂബക്കർ ഹാജിയിൽ നിന്ന് MK. ലത്തീഫും റമദാൻ കിറ്റ് പുത്തൂർ മുഹമ്മദ് കുഞ്ഞി ഹാജിയിൽ നിന്ന് AK. മുഹമ്മദും ഭവന നിർമ്മാണ സഹായം MK. അബ്ദുൾ റഷീദിൽ നിന്ന് ഇബ്രാഹിം പാലാട്ടും ഏറ്റുവാങ്ങി. സത്താർ ആവിക്കര, AP. അബ്ദുൾ കരീം, ഹക്കീം അട്ടേങ്ങാനം, ബഷീർ കൊത്തിക്കാൽ എന്നിവർ സംബന്ധിച്ചു. കൺവീനർ T. റംസാൻ ആറങ്ങാടി സ്വാഗതവും M. ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബളാംതോട് ക്ഷീരസംഘത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബളാംതോട് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാടുമായി സഹകരിച്ചു നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് വിജയകുമാർ നായർ KN അധ്യക്ഷത വഹിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിലകുമാരി, KK വേണുഗോപാൽ, KC മോഹൻദാസ്, ഡോക്ടർ കൃഷ്ണകുമാരി, ഡോക്ടർ സച്ചിൻ പത്മൻ, പരപ്പ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഷീന SN എന്നിവർ സംസാരിച്ചു.
ഇപ്പോൾ വളാന്തോട് സംഘത്തിൻ്റെ കർഷക ക്ഷേമ പരിപാടിയോടൊപ്പം ജനസമ്പർക്ക പരിപാടികളും കൂടെ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിക്കുകയാണ്. കാഞ്ഞങ്ങാടിൻ്റെ പ്രഗത്ഭരായ 8ഓളം ഡോക്ടർമാരാണ് ഇന്നിവിടെ, കൃഷ്ണകുമാരി ഡോക്ടർ അടക്കം 8ഓളം ഡോക്ടർമാരാണ് ഈ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായി പങ്കെടുക്കുന്നത്. പങ്കെടുക്കുന്ന ആൾക്കാർക്കുള്ള സൗജന്യ മരുന്ന് വിതരണം, അതുപോലെ ലാബ് സൗകര്യങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നല്ലൊരു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത്. സംഘം സെക്രട്ടറി പ്രദീപ് കുമാർ CS സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുലേഖ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സംഘം ഡയറക്ടർമാരായ ശശിധരൻ നായർ, മാത്യു സെബാസ്റ്റ്യൻ, ജോജി ജോർജ്, രാഘവൻ KK, രാജശ്രീ V, ക്യാമ്പ് കോർഡിനേറ്റർമാരായ ശശിധരൻ കാര്യാട്ട്, ജോർജ് വർഗീസ്, അശോകൻ KK, കിഷോർ മാസ്റ്റർ, N ചന്ദ്രശേഖരൻ നായർ, P രാജപ്പൻ നായർ, സൂര്യനാരായണ ഭട്ട് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഡോക്ടർ കൃഷ്ണകുമാരി, ഡോക്ടർ സച്ചിൻ പത്മൻ, ഡോക്ടർ ആരതി രാഗേഷ്, ഡോക്ടർ ജീജ K, ഡോക്ടർ റോഷിത് PV, ഡോക്ടർ ആതിര നായർ, ഡോക്ടർ അശ്വിൻ K, മേഘ ബാലകൃഷ്ണൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗാന്ധി ദർശൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രമുഖ വനിതകളെ ആദരിച്ചു. ഗാന്ധി ദർശൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ പ്രമുഖ വനിതകളായ പുഷ്പജ ടീച്ചർ, അഡ്വക്കേറ്റ് ആലീസ് കൃഷ്ണൻ, ഡോക്ടർ നസീമ ടീച്ചർ, അസ്മ ബാബു, ജയ സിസ്റ്റർ എന്നിവരെ ആദരിച്ചു. അഡ്വക്കേറ്റ് TK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ലോക വനിതാ ദിനമാണ്. എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയ ചില വനിതാ നേതാക്കൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ, അവരെ ഈ സമൂഹത്തിൽ ആദരിക്കപ്പെടണം എന്നൊരു ചിന്ത എന്നിലുണ്ടായി. ഇപ്പോഴാണ് ശ്രീ മാത്യൂസ്, ഇവിടെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അദ്ദേഹം സ്വാഗതം പറഞ്ഞ വ്യക്തി മധ്യപ്രദേശിലെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. KV രാഘവൻ മാസ്റ്റർ ഷോൾ അണിയിച്ചു. കൗൺസിലർ PV ചന്ദ്രൻ, മുൻ കൗൺസിലർ KK ബാബു, അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. മാത്യു പനത്തടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള തലപ്പാടി ചെങ്കള റീച്ചിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമാന്തര ജനകീയ ഉദ്ഘാടനവും നടത്തി. CH കുഞ്ഞമ്പു MLAയും ഇടതുമുന്നണി നേതാക്കളുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ തള്ളുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് വിദ്യാനഗറിൽ വൻ മയക്കുമരുന്ന് വേട്ട. സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന 34.31 ഗ്രാം MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും കരാറുകാരും രാജ്യവ്യാപകമായി ജോലി ബഹിഷ്കരണ സമരം നടത്തി. കാഞ്ഞങ്ങാട് പുതിയ കോട്ട കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടത്തി. റീസർവേക്ക് ശേഷം പട്ടികവർഗ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്നും ആരോപണം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ മാൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. പുലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താൻതിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തേംകെട്ട് ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.